ഇന്ന് ഞാനിവിടെ പാൽക്കോഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയുടെ 1/4 പാല്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ. ഇത്രയാണ് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടാം, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോഴേ. കുറച്ച് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്, ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ചിക്കൻ ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് കുറുകാനായിട്ട് കുറച്ച് ചവ്വരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ആ ചവ്വരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വറുത്തിടണം. അതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില താളിച്ചതും കൂടെ ഇതിൻ്റെ മേലിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്.